യെസ്, കം ഇൻ. ആരാ? എന്താ? ഏതാധാരണവ് പുറത്തേക്ക് ഇറങ്ങി പോയത്? ദൈവമേ, മറഡോണയുടേതാ. നമസ്കാരം. ആ, നമസ്കാരം നമസ്കാരം. ഇരിക്കി. ഇതെന്റെ അമ്മാവനാ, ജോൺ. ഏഞ്ചൽ ജോൺ. കാശ്മീരിലായിരുന്നു. കഴിഞ്ഞ കാർഗിൽ വാറിൽ ഇന്ത്യയെ നയിച്ചത് അങ്കിളായിരുന്നു. താങ്ക് യു. 10,80,000 രൂപയുണ്ട്, ഒരു മാസത്തെ പലിശ ഉൾപ്പെടെ. ഡോക്യുമെന്റ്സ് കിതർ ഹേ? എന്തോ? ആധാരം എവിടെയെന്ന്? വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. അതിപ്പോഴും താൻ അങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ? അതല്ല സാർ, കുറച്ച് നേരത്തെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ താക്കോലിങ്ങനെ പറന്ന് എന്ന് അലമാര തുറന്നു. ഉടനെ മറഡോണയുടെ ആധാരം അടങ്ങിയ കവർ സ്വയം പുറത്തേക്ക് ഇറങ്ങി ഒറ്റപ്പോക്ക്. എന്ത്? പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്നോ? അപ്പൊ ആധാരം നഷ്ടമായി? അല്ല, എന്നുറപ്പിക്കരുത്. സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് ഏത് സമയത്ത് തിരിച്ചു വരാം. ഈ ആധാരങ്ങളുടെ ഒക്കെ ഒരു കാര്യം. ഞാൻ സത്യം പറഞ്ഞത്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പാവോ. പലിശക്കാരൻ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് അറിയില്ലേ നിനക്ക്? അറിയില്ല? അറിയില്ലായിരുന്നു, ഇപ്പൊ മനസ്സിലായി. അപ്പൊ കാര്യങ്ങൾ എങ്ങനെ? ഇനി ഇവന്റെ ഈ പൈസ വേണോ തനിക്ക്? കിട്ടിയാൽ ഉപകാരമായിരുന്നു. അയ്യോ, വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. ഓക്കെ, വാ പോകാം. ജയ് ഹിന്ദ്. നിന്റെ ഒരു വരം കൂടെ കഴിഞ്ഞിരിക്കുന്നു. ഇത് വീട്ടിൽ കൊടുത്തിട്ട് വാ. പിന്നെ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് എന്നെ വിളിക്കരുത്. എന്തേ? ഒരു പുതിയ തമിഴ് പടം റിലീസായിട്ടുണ്ട്, പോയി കാണണം. ബൈ. ഏഞ്ചൽ ആരുടെ സിനിമയാ? கூட்டி கழிச்சு பாரு, கணக்கு கரெக்டா இருக்கும். என்ன உடம்பு உதறது இல்ல? இது எப்படி இருக்கு? ഏയ് മറഡോണ. ചന്ദ്രേട്ടാ, നിന്റെ മൊബൈലിൽ എന്ത് പറ്റി? വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാ അറിഞ്ഞ നീ ഗോവയിൽ. ആ ബാഗ് കിട്ടാത്തതുകൊണ്ട് പോലീസിന് എനിക്കെതിരെ കേസെടുക്കാനായില്ല. പക്ഷെ നല്ല തല്ല് കിട്ടി. ഇതെന്താ? ഞാൻ ആധാരമൊക്കെ തിരിച്ചെടുത്തു. ഒരു ഫ്രണ്ട് സഹായിച്ചതാ. നീ ആ കമ്പ്യൂട്ടർ ലോൺ കൂടെ എത്രയും പെട്ടെന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ ആകെ കുഴയും. എന്റെ സ്ഥിതി ഇപ്പൊ വളരെ മോശം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ 10,000 ഉണ്ട്. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഞാൻ മുഴുവൻ തന്നേനെ. താങ്ക് യുടാ. സാറേ, ഒന്ന് വേഗാവട്ടെ. വരുന്നു. വരട്ടെ മറഡോണ. ഒന്ന് ഒളിഞ്ഞു നോക്കിയെന്ന് വിചാരിച്ച് കഫയൊന്നും അടിച്ചു പൊളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിന്നെ കിട്ടും ഞാൻ. എന്റെ ആധാരം
നിന്റെ ആധാരമാണല്ലേ, ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. എടാ എന്റെ ആധാരം നീ ആദ്യം എന്റെ ബൈക്കിൽ എയർ അടിച്ചിട്ട് കൊണ്ടെത്തിക്കടാ, അതിനുശേഷം ആധാരത്തെ പറ്റി ചിന്തിക്കാം. പോടാ. ഏഞ്ചൽ ഏഞ്ചൽ ഏഞ്ചൽ. ഫൈറ്റ് ഇതോടുകൂടി തീർന്നു. ഇനി ആഗ്രഹമായിട്ട് ഫൈറ്റ് വെക്കരുത്, പറഞ്ഞേക്കാം, കിട്ടില്ല. താനാരാ? ജോൺ, ഏഞ്ചൽ ജോൺ. അടിയടാ അവനെ. ഒരു രസം. എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രസം. അപ്പ എന്നെ ഇഷ്ടമാണല്ലേ? ആ നഗ്നമേനി പൊങ്ങി വരുന്നത് കാണാൻ ഹരികൊതിയോട് കാത്തു നിന്നു. എന്താ അവൾ വരാത്തത്? വരും വരും. 5 മിനിറ്റ് 43 സെക്കൻഡ്. വെരി പൂർ. മൂടൗട്ടാണ്ട മൂസാക്ക, നമുക്കൊന്നും കൂടി പൊങ്ങാന്നേ. അറിയാല 8 മിനിറ്റ് ആണ് വേൾഡ് റെക്കോർഡ്. എന്താടാ അറിഞ്ഞോ? ജെയിംസ് ക്രൂവുള്ള സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നു. സരോജ് കുമാറിന്റെ ഡേറ്റ് കിട്ടി. കഥയുടെ ത്രെഡ് കേട്ടതും ഇഷ്ടപ്പെട്ട ഡേറ്റ് കൊടുക്കായിരുന്നു. സോഫിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെ പൊടി പിടിച്ച് കിടന്ന ജെയിംസ് അച്ചായൻ വരെ പ്രശസ്തനായി. മൂസാക്കാന്റെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. എന്റെ മൂസാക്ക, നിങ്ങൾ ഇങ്ങനെ ബൈക്ക് ഇടിച്ചും പാമ്പടിയേറ്റും ഫയർഫോഴ്സിന്റെ കയ്യിൽ കുടുങ്ങിയും ജീവിതം വെറുതെ പാഴാക്കല്ലേ. ഇതിലും ഭേദം മിക്ക ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോണതാ. ഇല്ലടാ സുമേഷ്, മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ട് വെക്കില്ല. മയ്യത്തായാലും വേണ്ടില്ല.
ഇപ്രാവശ്യം ലോക റെക്കോർഡ് ഞാൻ തിരുത്തും. നീ കണ്ടോ, ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ സമയം ശ്വാസം പിടിച്ചിരുന്നവൻ ഈ ഖാദർ മൂസയായിരിക്കും. എന്നാ കണ്ണാടിക്കൂട്ടിലിട്ട് പാമ്പുകൾ കൂട്ടക്കടി കടിച്ച ശേഷം ഇതാ സ്ഥിതി. പല പിപിയോ മകുടിയോ അടുത്തൂടെ പോയാ മതി, ഞാൻ പാമ്പിനെ പോലെ ആയിപ്പോവും. എന്റെ ദൈവമേ, കത്തി ഉണ്ടായിരുന്നേ അതും വിടർത്തിയേനെ. യെസ്, ഖാദർ മൂസ is ready for the battle. Breath holding attempt. മോൾക്ക് എഴുതാൻ നല്ല വേഗതയുണ്ടല്ലോ. പലരും സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ മാസങ്ങളാണ് എടുക്കുന്നത്. എനിക്കറിയില്ല പപ്പ, ആരും എന്നെ കൊണ്ട് പറഞ്ഞെഴുതിക്കും പോലെ ഞാനങ്ങ് എഴുതുകയാണ്. ആധാരം. അമ്മ, ഞാൻ വരും. പതുക്കെ. ഡാഡി, അവർ രണ്ടാളും എന്നോട് ഒന്നും മിണ്ടിയില്ല. നീ എവിടെയായിരുന്നു, നിനക്ക് സുഖമാണോ ഒന്നും ചോദിച്ചില്ല. എന്ത് പാരന്റ്സ്, എന്ത് ബന്ധം. മറഡോണ പഠിക്കാത്തവൻ, തെമ്മാടി, ഫൂൾ. അറിയോ, +2 വരെ ഞാൻ നന്നായി പഠിച്ചിരുന്നവനാ. എന്താ +2 കഴിഞ്ഞപ്പോ നിന്റെ തലച്ചോറ് ആവിയായി പോയോ? ഇല്ല, പക്ഷേ എന്റെ സ്വപ്നങ്ങൾ ആവിയായിപ്പോയി. 10th പാസ്സായ കമ്പ്യൂട്ടർ, +2 ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായാൽ ബൈക്ക്. ഇതൊക്കെയായിരുന്നു ഡാഡിയുടെ വാഗ്ദാനങ്ങൾ. ഒന്നും വാങ്ങി തന്നില്ല. കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ വെറും ബെഡായിക്കാരൻ മാത്രമായി. ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ഉണ്ടാവാം എന്ന് വെച്ച് ഞാൻ എനിക്ക് ചെരുപ്പ് കിട്ടിയാൽ ഇടാതെ നടക്കണം. ഡിഗ്രിക്ക് ചേരാൻ നേരത്ത് കൊമേഴ്സ് പഠിക്കാൻ തീരെ താല്പര്യമില്ലാതിരുന്ന എന്നെ ഡാഡി നിർബന്ധിച്ച് കൊമേഴ്സിന് ചേർത്തു. എന്നിട്ട് ഞാൻ പഠിച്ചു. 2 പേപ്പർ ഇപ്പോഴും കിട്ടാനുള്ളൂ. എന്നിട്ടോ ബിസിനസ് ചെയ്യാൻ കാശ് ചോദിച്ചപ്പോ ബുദ്ധിയില്ലാത്തവൻ എന്ന് പറഞ്ഞ് കളിയാക്കി. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്തിനനുസരിക്കണം? പ്രിയപ്പെട്ടവരെ, ശ്രീ ഖാദർ മൂസയുടെ ജലാഭ്യാസ പ്രകടനം ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. കൈവരിപ്പുഴയിൽ ഖാദർ മൂസയുടെ അഭ്യാസം തുടങ്ങാൻ പോവുകയാണ്. ഈ മൂസാക്കയ്ക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? വെറുതെ. അയാളത് നിർത്തണമെങ്കിൽ അയാളുടെ ഭാര്യ സീനത്ത് മടങ്ങിയെത്തണം. പിണങ്ങിപ്പോയ ഭാര്യ തന്റെ പ്രശസ്തി കണ്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച പാവം ഇതൊക്കെ ചെയ്യുന്നത്. അന്നാ കുളത്തിലെ റെക്കോർഡ് ഞാനാണ് ഫയർഫോഴ്സിനെ വിളിപ്പിച്ച് തകർത്തത്. റെക്കോർഡിന് വേണ്ടി മൂസ വെള്ളത്തിൽ മുങ്ങും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന അടിയൊഴുക്ക് കാരണം കുറച്ചകലെ തകർന്നു കിടക്കുന്ന ബോട്ടിനുള്ളിലെ വലയിൽ കാൽ കൊടുക്കും. അപ്പൊ മൂസാക്ക അങ്ങനെ കുറെ നേരം കിടന്നാൽ അയാൾ മരിക്കും. നോ ഏഞ്ചൽ, മൂസാക്കനെ രക്ഷപ്പെടുത്തണം പ്ലീസ്. എന്റെ ഇന്നത്തെ വരം മൂസാക്കനെ രക്ഷപ്പെടുത്തണം. ഒരു ഏഞ്ചൽ, ഇനി ഒരു വരം എനിക്ക് വേണ്ട. ഒന്നിന് കൊള്ളാത്തൊരു വരം. Mr. Khader Musa is making an attempt to break the 8-minute breath holding world record. So all the best to Mr. Khader Musa. Thank you. ഹലോ ഫയർഫോഴ്സ്. അതെ സർ, ഇവിടെ അടുത്തുള്ള കൈവരിപ്പുഴയില് ഖാദർ മൂസയ്ക്ക് അപകടം. രക്ഷിക്കണം സർ.
ഖാദർ മൂസയ്ക്ക് അല്ലേ? പോടാ റാസ്കൽ. സാർ, കുറെ നാളായി നീ പലതും പറഞ്ഞ് ഞങ്ങളെ ഇട്ടിങ്ങനെ വട്ട് കളിപ്പിക്കുന്നു. എന്താടാ നിനക്കൊക്കെ തമാശ കളിക്കാനാണോ ഫയർഫോഴ്സ് ഇവിടെ ഞങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്? ഫോൺ വെക്കടാ റാസ്കൽ. സർ എന്തായാലും നമുക്ക് കൈവരിപ്പുഴ വരെ ഒന്ന് പോയിട്ട് വരാം. ബൈ ബൈ. പ്രിയപ്പെട്ടവരെ, 8 മിനിറ്റിന്റെ റെക്കോർഡ് നേർക്കുവാൻ വേണ്ടി നമ്മുടെ മൂസാക്ക വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മാറണോ ഇവിടെ? ഇങ്ങോട്ട് മാറി മാറി നിങ്ങള്. എന്റെ പൊന്നു സാറേ, ഈ തവണെങ്കിലും മൂസാക്കാന്റെ പരിപാടി പൊളിക്കരുത്. ഓക്കെ ഇനി ഒരിക്കലും ഫയർഫോഴ്സിന് അബദ്ധം പറ്റില്ല. അദ്ദേഹം റെക്കോർഡ് നേടട്ടെ. ഫയർഫോഴ്സിന്റെ എല്ലാ ആശംസകളും. താങ്ക് യു ഫയർഫോഴ്സ്. അപ്പൊ ചട്ടിത്തൊപ്പിക്കാരോ? ഓക്കെ.